ഇച്ചായ ഇച്ചായ ഇച്ചായോ, എൻ്റെ പൊന്നു ഭാര്യ, നിനക്ക് ഉറക്കമല്ലേ പാതിരാത്രി കിടന്നിങ്ങനെ കൂവി വിളിക്കാൻ? ഞാൻ ഉറക്കച്ചടവോടെ കണ്ണു തുറക്കാതെ ചോദിച്ചു. ഓ, എൻ്റെ ഉറക്കം പോകാൻ കാരണക്കാരൻ ഇച്ചായൻ തന്നെയല്ലേ? പെണ്ണെ, അതൊരു അബദ്ധം പറ്റിയതല്ലേ, അതിന് നീ ഇങ്ങനെ എനിക്കിട്ട് പണി തരണോ? ഓ, ഇപ്പം എൻ്റെ കുഴപ്പമായല്ലേ, ശരി വേണ്ട എന്ന് പറഞ്ഞ് പെണ്ണ് തിരിഞ്ഞു കിടന്നു. പിന്നെ സ്ഥിരം കലാപരിപാടികൾ തുടങ്ങി. ആദ്യം കണ്ണ് നിറയിക്കൽ, സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് മൂക്ക് പിഴിയൽ എക്സെട്ര. ദേ തുടങ്ങി പെണ്ണെ. ഡി, നീ പെണങ്ങല്ലേ? വേണ്ട, മിണ്ടണ്ട, പോ. ഹാ, എന്താ നിന്റെ പ്രശ്നം? കഴിഞ്ഞ തവണത്തെ പോലെ മസാല ദോശ മേടിച്ചുകൊണ്ട് വരാൻ പറയത്. കാരണം ഇപ്പോൾ പുലർച്ചെ 3:15 ഒരു കടയും തുറന്നു കാണില്ല. അതൊന്നും വേണ്ട. ഹാവോ, സമാധാനായി. പിന്നെ എന്താ എൻ്റെ മുത്തിന് വേണ്ടത്? എൻ്റെ കാലിന് വേദന എടുക്കുന്നു, ഒന്ന് തിരുമ്മി തരുമോ? ഹാ, ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ ശരിയായി തരാം. കാലെടുത്ത് മടിയിൽ വെക്ക്. മോളെ കൂടുതൽ ഇളിക്കല്ലേ. ഓ സോറി, ഞങ്ങൾ ആരെന്ന് പറഞ്ഞില്ലേ? അതെ, ഞാൻ ജിബിൻ. ഇപ്പം എന്നെ കൊണ്ട് ഈ കാല് തിരുമിക്കുന്ന എൻ്റെ ഭാര്യ അപർണ. ഞാൻ അപ്പു എന്ന് വിളിക്കും. ഇപ്പോൾ അവൾ 9 മാസം ഗർഭിണിയാണ്. അതുകൊണ്ട് പണി കിട്ടിയത് എനിക്ക് തന്നെ. എന്താണെന്നല്ലേ, രാത്രി എനിക്ക് ഉറക്കമില്ല. ഇതുപോലെ ഓരോന്ന് ചെയ്യിപ്പിക്കാവളേ. ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ഹിന്ദു പെണ്ണിനെ പ്രേമിച്ചെട്ടിയതുകൊണ്ട് 2 വീട്ടിലും കയറ്റുകയില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. ഹലോ ഇച്ചായ, എഴുന്നേറ്റ്. ഓ, നേരെ വെളുത്തു, കാല് തിരുമിയപ്പോഴും ഉറങ്ങിപ്പോയി. ഇച്ചായ, വേഗം പോയി ചായയിട്ട് കൊണ്ട് വന്നേ, അപ്പു കുസൃതിയോടെ പറഞ്ഞു. ആദ്യം മോള് പോയി പല്ല് തേക്ക്, എന്നിട്ട് വന്ന് ചായ കുടി. ചായ കുടിച്ചിട്ട് പല്ല് തേച്ചാൽ പോരെ? അവൾ വിളിച്ചുകൊണ്ട് ചോദിച്ചു. ചെന്ന് പല്ല് തേക്കടി മടിച്ച്. കള്ളച്ചിരിയോടെ അവളെ തള്ളിവിട്ടിട്ടത് ഞാൻ പോയി ബാക്കി ജോലി തീർത്ത് അവൾക്കുള്ള ചായയും കൊടുത്ത് പോകാൻ തിരിഞ്ഞതും അവളുടെ വക ഒരു ചോദ്യം. ഈ ചായ, എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാ ഉണ്ടായി? അത് പിന്നെ ഞാൻ കാരണമല്ല ഈ ചായൻ്റെ വീട്ടുകാർ. അവളുടെ വാക്കുകൾ പകുതി വെച്ച് മുറിഞ്ഞു. എന്നിട്ട് തലതാഴ്ത്തി നിന്നു. ഞാൻ അവളുടെ അടുത്ത് നിന്ന് കൈകൊണ്ട് മുഖം എൻ്റെ നേരെ ഉയർത്തി. എന്നിട്ട് അലിവോടെ പറഞ്ഞു, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഈ കാര്യം സംസാരിക്കേണ്ടെന്ന്? അവർക്ക് വലുത് അവരുടെ വാശിയാ. അത് തീരുമ്പോൾ അവർ തന്നെ വരും. ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ നമുക്ക് നമ്മൾ മാത്രം മതി, പിന്നെ നമ്മുടെ പിള്ളേരും. അത് കേട്ടതും അവൾ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈശായ, ഇന്ന് പോവാതിരുന്നൂടെ? ഏയ്, ആ പറ്റുകയല്ല. അടുത്ത ആഴ്ചയിലെ ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ലീവ് എടുത്താലേ അന്ന് ലീവ് ഇട്ടാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനിപ്പോൾ പോട്ടെടാ. അടുത്ത ആഴ്ച മുതൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഞാൻ ഇറങ്ങുക. സമയത്ത് ആഹാരം മെഡിസിൻ കഴിക്കണം, കേട്ടല്ലോ. പതിയെ അവളെ നെഞ്ചിൽ നിന്ന് അടത്തി മാറ്റിക്കൊണ്ട് ഞാൻ പോകാനിറങ്ങി. എന്നിട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞു, ഞാൻ ശ്രീയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ശ്രീ അടുത്ത വീട്ടിലെ കുട്ടിയാണ്. കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, അവളിപ്പോൾ +2 ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ മുതൽ ഒരച്ഛൻ്റെ അമ്മയുടെയും കരുതലും സ്നേഹവും ശ്രീയുടെ അച്ഛനും അമ്മയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു വീട് പോലെയാണ്. പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ പൊന്നു മോൾക്ക് ചക്കര ഉമ്മ എന്ന് പറഞ്ഞ് അവിടെ വയറിലൊരു മുത്തം കൊടുത്തപ്പോൾ അവൾ പറയുക, മോൾക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ നിനക്കില്ലാണ്ടിരിക്കുമോടി. അപ്പുവിന് നെറ്റിലൊരു ഉമ്മയും കൊടുത്ത് ശ്രീയുടെ വീട്ടിൽ ചെന്ന് അവളോട് അപ്പുവിൻ്റെ അടുത്ത് ചെന്നിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നേരെ ജോലിക്ക് പോയി. ജോലി സ്ഥലത്ത് ചെന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ട് വന്ന് ജോലി തുടങ്ങി. ഇടയ്ക്ക് അപ്പുവിനെയും വിളിച്ചു. ഉച്ചയായപ്പോൾ ഊണ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഫോണിൻ്റെ ബെല്ല് കേട്ടാണ് ഉണർന്ന് നോക്കിയപ്പോൾ ശ്രീയാണ് വിളിക്കുന്നത്. കോളെടുത്ത് അവൾ പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ലീവ് എഴുതി കൊടുത്ത് ഇറങ്ങി. വേറൊന്നുമില്ല, അപ്പുവിന് വേദന തുടങ്ങി. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങോട്ട് വരാനാണ് അവൾ വിളിച്ചത്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അപ്പുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരുന്നു. ചെറിയ കുഴപ്പമുണ്ടെന്ന് ലാസ്റ്റ് സ്കാനിങ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പുവിനെ ഒന്ന് കാണാൻ പോലും കഴിയാതെ ഞാൻ അവിടെ ഇരുന്നു, കൂടെ ശ്രീയും അവിടെ അച്ഛനും അമ്മയും. കുറച്ച് സമയത്തിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് വിളിച്ചു പറഞ്ഞു, അപർണയുടെ ഹസ്ബൻഡ് ആരാ? ഞാൻ ചെന്നപ്പോൾ അവർ പുഞ്ചിരിച്ചുകൊണ്ട്, പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാവേൻ്റെ കയ്യിൽ തന്നു. എനിക്ക് മോളെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. എങ്കിലും അപ്പുവിനെ കുറിച്ചുള്ള ആദ്യം കൊണ്ട് ഞാൻ നേഴ്സിനോട് ചോദിച്ചപ്പോൾ ഇപ്പം മയക്കത്തിലാണ്, നാളെ റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അപ്പുവിനെ റൂമിലോട്ട് മാറ്റി. വാടിത്തളർന്ന എൻ്റെ പെണ്ണിനെയും അടുത്ത് ഞങ്ങളുടെ വാവയും കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, സന്തോഷമായില്ലേ എന്ന്. അവളുടെ നെറ്റിയിൽ റൂം കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ വാതിൽ തുറന്നു വരുന്നവരെ കണ്ട് ഞങ്ങൾ ഒരുപോലെ ഞെട്ടി. വേറെ ആരുമല്ല, എൻ്റെ അവളുടെ അച്ഛനും അമ്മയും, പുറകെ ശ്രീയും. ശ്രീയുടെ അച്ഛനും അമ്മയും കൂടെ കണ്ടപ്പോൾ മനസ്സിലായി ഇവരാണ് വിളിച്ചു പറഞ്ഞതെന്ന്. ഒത്തിരി നാൾ കൂടി എല്ലാവരെയും കണ്ടപ്പോൾ സങ്കടവും അതിലുപരി സന്തോഷം കൊണ്ട് അവരെ വിളിച്ചപ്പോൾ അത് കേട്ട ഭാവം പോലും നടിക്കാതെ ഞങ്ങളുടെ വാവയെടുത്ത് കൊഞ്ചിക്കുന്നു. അല്പനേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് തന്നെ വീട്ടുകാർക്ക് തോന്നിയെന്ന് തോന്നുന്നു. പിന്നെ വന്ന് സംസാരിച്ച് പരാതിയും പരിഭവം എല്ലാം പറഞ്ഞു തീർത്തു. എന്തായാലും വാശിയും പിണക്കവും മറന്ന് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ 2 അച്ഛനും അമ്മമാരും ഉണ്ട്, കൂടെ ഞങ്ങളുടെ വാവയും.